നമസ്കാരം, എൻ്റെ പേര് അരവിന്ദ്. ഞാൻ കഴിഞ്ഞ 10 വർഷമായിട്ട് ആക്രി കച്ചവടം ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കും ഇവിടെ സുഖമാണ്. ഇന്നത്തെ വീഡിയോ കേരളത്തിൽ 2026-ൽ ആക്രി കച്ചവടത്തിന് എത്രത്തോളം അവസരങ്ങളും സാധ്യതകളും ഉണ്ട് എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ നിങ്ങൾ വഴിയിൽ കുറച്ച് ഇരുമ്പ് കിടക്കുന്ന കണ്ടു. അപ്പോൾ സാധാരണയായിട്ട് നിങ്ങളത് വഴി കിടക്കുന്ന കുറച്ച് തകര കഷ്ണങ്ങൾ എന്ന് പറഞ്ഞ് നിങ്ങൾ നടന്നു പോകും. ആ ഇരുമ്പിന് 1 കിലോയ്ക്ക് 35 രൂപയുണ്ടെന്ന് നിങ്ങൾക്കറിയില്ല. അതുപോലെ നിങ്ങൾ വഴി കൂടെ നടന്നു പോകുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിലേറ്റീവ്സിൻ്റെ വീടുകളിലോ പഴയ ഒരു മോട്ടോർ സൈക്കിൾ കിടക്കുന്നു, അല്ലെങ്കിൽ പഴയ ഒരു സ്കൂട്ടർ കിടക്കുന്നു. അപ്പോൾ ആ സ്കൂട്ടർ വെറും വേസ്റ്റായിട്ട് ചവറായിട്ടാണ് നിങ്ങൾ കാണുന്നത്. യഥാർത്ഥത്തിൽ ആ സ്കൂട്ടറിന് അല്ലെങ്കിൽ ആ 2 വീലറിന് 8,000 മുതൽ 15,000 വരെ വാല്യൂ ഉണ്ടാവാം, അല്ലെങ്കിൽ 5,000 മുതൽ 8,000 വരെ വാല്യൂ ഉണ്ടാവാം. പക്ഷെ നിങ്ങൾ അത് വെറും ചവറായിട്ട് കാണുന്നു. അല്ലെങ്കിൽ പഴയ ഒരു വാഷിംഗ് മെഷീൻ, അത് വീടിൻ്റെ ഒരു മൂലയ്ക്ക് മാറ്റിയിട്ടിരിക്കുന്നു. സ്വാഭാവികമായിട്ട് ഇത് കളയേണ്ട ഒരു വേസ്റ്റായിട്ട് നിങ്ങൾ കാണുന്നു. എന്നാൽ ആ വാഷിംഗ് മെഷീന് ചിലപ്പോൾ 2,500 രൂപയോളം വാല്യൂ ഉണ്ട്, അല്ലെങ്കിൽ വർത്തുണ്ട്. ഇതാണ് സ്ക്രാപ്പ് ബിസിനസ് എന്ന് പറയുന്നത്. അതായത് സാധാരണപ്പെട്ട ആളുകൾ ചവറായും വേസ്റ്റായും കാണുന്ന സാധനങ്ങളാണ് സ്ക്രാപ്പ് ബിസിനസ്സിൽ നിങ്ങൾക്ക് ലക്ഷങ്ങൾ അല്ലെങ്കിൽ കോടികൾ പോലും, അതായത് നിങ്ങളുടെ ബിസിനസ് വളർന്നാൽ കോടികൾ പോലും നിങ്ങൾക്ക് സമ്പാദിക്കാൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ മലയാളത്തിലൊരു സിനിമയുണ്ടല്ലോ, ലവ് ഇൻ സിംഗപ്പൂർ എന്ന് പറയും. മമ്മൂട്ടി നായകനായിട്ട് അഭിനയിച്ച ഒരു സിനിമ. ആ സിനിമയിൽ മമ്മൂട്ടിയുടെ കഥാപാത്രം തന്നെ സ്ക്രാപ്പ് ബിസിനസ് ചെയ്താണ് കോടീശ്വരൻ ആയിട്ട് മാറുന്നത്. അപ്പോൾ അതാണ് ഞാനൊരു ഉദാഹരണമായിട്ട് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ വഴിയരികിൽ നിങ്ങൾ കാണുന്ന ഓരോ ഇലക്ട്രോണിക് സാധനവും ഓരോ പഴയ വാഹനങ്ങളും എല്ലാം തീർച്ചയായിട്ടും അത് വെറും കളയേണ്ടതോ വേണ്ടാത്തതോ ആയ വേസ്റ്റ് അല്ല. ഒരു സ്ക്രാപ്പ് ബിസിനസ് ഡീലർക്ക് അത് 5,000-ഉം 10,000-ഉം വാല്യൂ ഉള്ള പണം അവന് സമ്പാദിക്കാൻ സഹായിക്കുന്ന വിലപ്പെട്ട നിധികളാണ്. കേരളത്തിലുള്ള പുതിയ യുവാക്കളിൽ ഒരുപാട് പേര് എന്ത് ബിസിനസ് ചെയ്യണം, എന്ത് തൊഴിൽ ചെയ്യണം എന്ന് സംശയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഞാൻ മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ബിസിനസ് തന്നെയാണ് ഈ ആക്രി കച്ചവടം എന്ന് പറയുന്നത്. ഈ ആക്രി കച്ചവടത്തിൻ്റെ ഒരു പ്രത്യേകത, ഇതിന് വലിയ വിദ്യാഭ്യാസമൊന്നും വേണ്ട. ഞാൻ വിദ്യാഭ്യാസം എന്ന് ഉദ്ദേശിച്ചത് വലിയ ഡിഗ്രികളോ അല്ലെങ്കിൽ വലിയ PhDകളോ ഒന്നും ആവശ്യമില്ല. പക്ഷേ വിദ്യാഭ്യാസം വേണം. അത് ഈ ആക്രി കച്ചവടം ചെയ്യാൻ വേണ്ട വിദ്യാഭ്യാസം വേണം. അല്ലാതെ ഈ സ്കൂളുകളിലും കോളേജിലും പഠിക്കുന്ന വിദ്യാഭ്യാസം ഈ ആക്രി കച്ചവടത്തിന് ആവശ്യമില്ല. തമിഴ്നാട്ടിലൊക്കെ കോടീശ്വരന്മാരായിട്ടുള്ള ആക്രി കച്ചവടക്കാർ ശരിക്കും പറഞ്ഞാൽ സ്കൂളിൻ്റെ പടി പോലും കയറാത്ത ആളുകളാണ്. അപ്പോൾ അതാണ് ഞാൻ ഈ വിദ്യാഭ്യാസം വേണ്ട എന്ന് പറഞ്ഞത്. ഏതാണ് ഈ സർട്ടിഫിക്കറ്റ് ഉള്ള ഡിഗ്രികളൊന്നും വേണ്ട എന്ന് പറയുന്നത്. അതായത് ഒരു ആക്രി കച്ചവടം ബേസിക്കായിട്ട് തുടങ്ങാൻ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കൊരു സ്ഥലം വേണമെന്നില്ല. അതായത് ഒരു സ്റ്റാർട്ടപ്പ് എന്നുള്ള നിലയിൽ തുടങ്ങാൻ നിങ്ങൾക്ക് സ്വന്തമായിട്ട് സ്ഥലം വേണ്ട, നിങ്ങൾക്ക് യന്ത്രങ്ങൾ വേണ്ട, നിങ്ങൾക്ക് സ്വന്തമായിട്ട് വാഹനങ്ങൾ വേണ്ട. അതായത് നിങ്ങൾക്ക് ആവശ്യം എന്താണ്? ആദ്യമായിട്ട് മുതൽ മുടക്കാൻ വേണ്ടി ചെറിയൊരു എമൗണ്ട്, ഏറ്റവും കുറഞ്ഞത് 5,000 അല്ലെങ്കിൽ ഒരു 20,000 രൂപയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് തുടങ്ങാം. പക്ഷേ ഒരു 5,000 രൂപ ഉണ്ടെങ്കിൽ കഷ്ടിച്ച് നമുക്ക് എന്തായാലും സ്ക്രാപ്പ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. രണ്ടാമത്തെ കാര്യം, ആളുകളുമായിട്ടുള്ള ബന്ധം. ഈ സ്ക്രാപ്പ് ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു കണക്ഷൻ വേണം. ആ കണക്ഷൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല. ആ കണക്ഷൻ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, എങ്ങനെ ഓൺലൈൻ ബിസിനസ് ചെയ്യാം, എങ്ങനെ നിങ്ങൾക്ക് വളരാം, അതിനുവേണ്ടി ഞാൻ തന്നെ ഈ സ്ക്രാപ്പ് ബിസിനസ് പഠിപ്പിച്ചു കൊടുക്കുന്ന കോഴ്സ് തന്നെ തുടങ്ങിയിട്ടുണ്ട്. ആ കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതായത് ആക്രി കച്ചവടം ചെയ്ത് രക്ഷപ്പെടണം, അല്ലെങ്കിൽ ആക്രി കച്ചവടം എനിക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുള്ള ആരായാലും എൻ്റെ ഈ ആക്രി കച്ചവടം പഠിപ്പിച്ചു കൊടുക്കുന്ന ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്താൽ മതി. എൻ്റെ 10 വർഷത്തെ എക്സ്പീരിയൻസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. വെറുതെ പറഞ്ഞു തരിക മാത്രമല്ല, ഒരു മെൻറ്ററായിട്ട് നിങ്ങളുടെ കൂടെ നിന്ന് ഗൈഡ് ചെയ്യും. നിങ്ങൾക്ക് ഏത് സമയത്ത് വേണോ, നിങ്ങൾക്ക് എന്ത് സംശയം വേണോ എൻ്റെ അടുത്ത് വിളിച്ച് ചോദിക്കാം. അപ്പോൾ ഈ സ്ക്രാപ്പ് ബിസിനസ് പഠിപ്പിച്ചു തരുന്ന കോഴ്സിൽ ചേരാൻ ആഗ്രഹിക്കുന്നവർ, സ്ക്രാപ്പ് ബിസിനസ് ചെയ്ത് ജീവിതത്തിൽ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവർ എൻ്റെ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക. എൻ്റെ പേര് അരവിന്ദ് എന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്,
ഈ സ്ക്രാപ്പ് ബിസിനസ് തുടങ്ങാൻ വേണ്ടി നിങ്ങൾക്ക് വാഹനമോ സ്ഥലമോ മറ്റ് യന്ത്രങ്ങളോ ഒന്നും ആവശ്യമില്ല. മുതൽ മുടക്കാൻ വേണ്ടി ആദ്യത്തെ ഒരു മൂലധനമായിട്ട് മുതൽ മുടക്കാൻ വേണ്ടി ഒരു മിനിമം ഒരു 5000 രൂപ. എന്നാലും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് 20,000 രൂപയാണ് നല്ല രീതിയിലൊന്ന് തുടങ്ങാൻ വേണ്ടി. പക്ഷെ ഒരു നിവർത്തിയില്ലെങ്കിൽ ഒരു 5000 രൂപ കൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്റ്റാർട്ടപ്പ് ചെയ്യാം. ബാക്കിയുള്ള എങ്ങനെ ഓൺലൈനായിട്ട് ബിസിനസ് കണ്ടെത്താം, എങ്ങനെ ആളുകളുമായിട്ട് ബന്ധങ്ങൾ കണ്ടെത്താം, അതൊക്കെ തീർച്ചയായിട്ടും ഈ സ്ക്രാപ്പ് ബിസിനസ് കോഴ്സിൽ തന്നെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നതാണ്. ഈ 2026 കേരളത്തിൽ വളരെയധികം സ്ക്രാപ്പ് ബിസിനസ്സിന് സാധ്യത അല്ലെങ്കിൽ അവസരങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞ നഗര നിർമ്മാണ മേഖലകൾ, അതായത് സ്മാർട്ട് സിറ്റി പ്രോജക്റ്റുകൾ, ലൈഫ് മിഷൻ ഭവന പദ്ധതികൾ, സിവിൽ ലൈൻ ഇടനാഴി ജോലികൾ. അപ്പോൾ ഇതൊക്കെ കാരണം തന്നെ വൻതോതിൽ ഇരുമ്പ് അല്ലെങ്കിൽ ലോഹ മാലിന്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതുവഴി തന്നെ നിങ്ങൾക്ക് ധാരാളം സ്ക്രാപ്പ് കിട്ടും. കാരണം ഒരു ആക്രി കച്ചവടക്കാരന്, സാധാരണക്കാരന് ഈ സ്ക്രാപ്പ് എന്ന് പറയുന്നത് വെറും ചവറായിരിക്കും, കളയാനുള്ള ചവറായിരിക്കും. പക്ഷെ ഒരു ആക്രി കച്ചവടക്കാരന് ഓരോ സ്ക്രാപ്പും അവൻ്റെ നിധിയാണ്. അതാണ് സാധാരണക്കാരനും ഒരു ആക്രി കച്ചവടക്കാരനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അവര് ഈ പഴയ സാധനങ്ങളെ നോക്കിക്കാണുന്ന വ്യൂ പോയിന്റിലെ വ്യത്യാസം എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഈ ഇലക്ട്രോണിക് വേസ്റ്റ്, ഈ വേസ്റ്റ് പ്രളയം. അതായത് നമ്മുടെ വീട്ടിൽ കിടക്കുന്ന പഴയ ഫോണുകൾ, ലാപ്ടോപ്പ്, AC, TV, മിക്സി, ഗ്രൈൻഡർ തുടങ്ങിയ ഫ്രിഡ്ജ് തുടങ്ങിയ ഇലക്ട്രോണിക് വേസ്റ്റുകൾ. അതായത് 2026 കേരള സർക്കാർ ഈ വേസ്റ്റ് നിയമങ്ങൾ കർശനമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ നിങ്ങൾക്ക് ഈ വേസ്റ്റ് മേഖലയിൽ തന്നെ വലിയൊരു അവസരം ഇങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് 15 വർഷത്തിൽ കൂടുതൽ ഈ വാഹനങ്ങൾ 15 വർഷത്തിൽ കൂടുതൽ ഒരു വാഹനം ആർക്കും ഓട്ടിക്കാൻ പറ്റത്തില്ല. 15 വർഷം കഴിഞ്ഞാൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാഹനങ്ങൾ മാറ്റണം. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒട്ടുമിക്ക ആളുകൾക്ക് ഓരോ വീട്ടിൽ 2-3 വാഹനമാണ് ഉള്ളത്. അപ്പോൾ വാഹന മേഖലയിൽ ഒരുപാട് സ്ക്രാപ്പ് കിട്ടും. അപ്പോൾ ഇത് വലിയൊരു അവസരമാണ്. കാരണം 15 വർഷത്തിൽ കൂടുതൽ പഴയ വാഹനം എല്ലാവർക്കും കൊടുത്തേ പറ്റൂ. അപ്പോൾ ഇത്രയും ജനസംഖ്യയുള്ള, ഇത്രയും വാഹനങ്ങളുള്ള കേരളത്തിൽ ഇതൊരു ഹ്യൂജ് ആയിട്ടുള്ള, നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറം സ്ക്രാപ്പ് ബിസിനസ് ചെയ്ത് ലാഭം ഉണ്ടാക്കാനുള്ള അവസരമാണ് ഈ വാഹനങ്ങളുടെ മേഖലയിൽ ഉള്ളതെന്ന് അറിയണം. അതുമാത്രമല്ല, ഇപ്പോൾ ഈ കോട്ടയം, പാലക്കാട്, തൃശ്ശൂർ പോലുള്ള ഈ ഗ്രാമപ്രദേശങ്ങൾ, വലിയ പട്ടണമല്ലാത്ത ഗ്രാമപ്രദേശങ്ങളിൽ കുറച്ചുകൂടെ ആക്രി കച്ചവടം കുറച്ചുകൂടെ വിപുലമാക്കാൻ പറ്റും. അവിടെയൊക്കെ ഞാൻ നോക്കിയിട്ട്, ഇപ്പം ഞാൻ തിരുവനന്തപുരത്ത് ആക്രി കച്ചവടം ചെയ്യുന്ന ആളാണെങ്കിലും ഞാൻ നോക്കിയിട്ട് അവിടെയൊക്കെ കുറച്ച് സാധ്യതകൾ ഗ്രാമപ്രദേശത്ത് കൂടുതലാണ്, കോമ്പറ്റീഷൻ കുറവാണ്. പക്ഷേ ഈ നഗര ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ ബിസിനസ് നടക്കുന്നത്. ഇപ്പം ഏകദേശം കേരളത്തിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഈ ആക്രി കച്ചവടം അല്ലെങ്കിൽ സ്ക്രാപ്പ് സാധനങ്ങൾ പ്രതിമാസം 5000+ മെട്രിക് ടൺ സ്ക്രാപ്പ് ലോഹങ്ങളാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഒന്ന് ആലോചിക്കണം, 5000+ മെട്രിക് ടൺ. അപ്പോൾ ഇത്രത്തോളം വലിയ സ്ക്രാപ്പിന്റെ സാധ്യതയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട നഗരങ്ങളുടെ കാര്യമാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഈ വീഡിയോ കണ്ടതിലൂടെ സ്ക്രാപ്പ് ബിസിനസ് വഴി എത്രത്തോളം വലിയ അവസരമാണ് ഈ കൊച്ചു കേരളത്തിൽ 2026 പോലും ഉള്ളതെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ആക്രി കച്ചവടം ചെയ്യാൻ ആഗ്രഹമുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ പണമുണ്ട്, എന്ത് ബിസിനസ് ചെയ്യണമെന്ന് അറിയത്തില്ല, അങ്ങനെ ഉള്ള ഒരാളാണോ? തീർച്ചയായിട്ടും സ്ക്രാപ്പ് ബിസിനസ് ചെയ്യാൻ ഞാൻ നിങ്ങളെ സഹായിക്കാം. കാരണം 10 വർഷമായിട്ട് ആക്രി കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ ഈ കോഴ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്യൂ. ഇത് വെറും കോഴ്സ് അല്ല, എന്തൊക്കെയോ പഠിപ്പിച്ചിട്ട് നിങ്ങളെ പറഞ്ഞു വിടുന്ന വെറും കോഴ്സ് അല്ല. ഞാൻ ചെയ്യുന്നത് ഒരു മെന്ററിങ് ആണ്. നിങ്ങൾക്ക് ഇത് പഠിപ്പിച്ചു തരികയും അതിനുശേഷം വേണമെങ്കിൽ ലൈഫ് ലോങ് എന്ന് പറയാം, നിങ്ങളുടെ ഒരു സുഹൃത്തായിട്ട്, ഒരു ഗുരുവായിട്ട്, ഒരു മെന്ററായിട്ട് എല്ലാ കാലത്തും ഞാൻ കാണും. നിങ്ങൾ ആക്രി കച്ചവടം തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓരോ ഡൗട്ടുകൾ കാണും. ഓരോ ഡൗട്ടുള്ള സമയത്ത് നിങ്ങൾ എന്നെ വിളിച്ചാൽ തീർച്ചയായിട്ടും ഒരു ഗുരു എന്നുള്ള പോലെ, ഒരു മെന്ററായിട്ട് നിങ്ങളുടെ കൂടെ നിന്ന്, ഒരു സഹോദരനെ പോലെ അല്ലെങ്കിൽ ഒരു സുഹൃത്തിനെ പോലെ കൂടെ നിന്ന് ആക്രി കച്ചവടത്തിലുള്ള ഞാൻ 10 വർഷം കൊണ്ട് മനസ്സിലാക്കിയ എല്ലാ കാര്യങ്ങളും, എല്ലാ എക്സ്പീരിയൻസും, അറിവും നിങ്ങൾക്ക് പറഞ്ഞു തന്ന് നിങ്ങളെ ഒരു മികച്ച ആക്രി കച്ചവടക്കാരനായിട്ട് വളർത്തിയെടുക്കാൻ എനിക്ക് തീർച്ചയായിട്ടും സാധിക്കും. അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് ആക്രി കച്ചവടം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ എന്നെ കോണ്ടാക്ട് ചെയ്യുക, എൻ്റെ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുക. നമുക്ക് തീർച്ചയായിട്ടും ഒന്നിച്ച് മുന്നേറാം ഈ സ്ക്രാപ്പ് ബിസിനസ്സിൽ. അപ്പോൾ എല്ലാവർക്കും നന്ദിയുണ്ട്. എൻ്റെ ഈ എളിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക,
നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും സംശയങ്ങളും കമന്റ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കൂട്ടുകാർക്കോ ബന്ധുക്കൾക്കോ ആര് തന്നെ ആവട്ടെ അവർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം.